എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ അങ്ങോട്ടല്ല, നമ്മുടെ ആലത്തൂർ ഭാഗത്ത് തോലന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടേക്കാണ് പോകുന്നത്. നമ്മുടെ ഏട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ പറഞ്ഞാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ ചെറിയ ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്നലെ രാവിലെ അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇന്നലെ ഞങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞില്ല കേട്ടോ. ഇന്ന് രാവിലെയാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ ആകെ ടെൻഷനായി, ഏട്ടനൊക്കെ പാകതായി. അപ്പം ശരി നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകണ്ട. അപ്പം ഞങ്ങളിതാ ചേച്ചിയുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അവസ്ഥ. നമ്മുടെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവർക്ക് ആകെ ഒരു മോള് മാത്രമേ ഉള്ളൂ കേട്ടോ. കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ അവള് ഞങ്ങൾ വിളിക്കുക കുഞ്ഞു എന്നാണ് കേട്ടോ. കുഞ്ഞു അവളുടെ ഏട്ടനെയും കൂടിയിട്ട് വണ്ടിയിൽ പോയതായിരുന്നു. അപ്പോൾ വണ്ടിയിൽ മണൽ സ്കിഡായിട്ട് ഏട്ടനും കുഞ്ഞും കൂടിയിട്ട് വണ്ടിയിൽ നിന്ന് വീണു കേട്ടോ. മുട്ടൊക്കെ പൊട്ടി ഭയങ്കര അവസ്ഥയിലാണ് കേട്ടോ അവൾ നിൽക്കുന്നത്. ഞങ്ങളിരിക്കാൻ എന്നിട്ട് 1 മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന ടൈമായി ഞാൻ ഫോൺ എടുക്കുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ചേച്ചി പ്രത്യേകിച്ചൊന്നും വെക്കാനായില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വെണ്ടയ്ക്കയും പരിപ്പും കൂടിയിട്ട് ഒരു സാമ്പാർ പോലെ ഒരു കറി വെച്ചിട്ടുണ്ട്. പിന്നെ നാടൻ വഴുതിനങ്ങ ഉപ്പേരി, പിന്നെന്താണ് നാരങ്ങ കറി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചത് കേട്ടോ. ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ പപ്പടം, പിന്നെ പായസം. അടുത്തൊരു അമ്പലത്തിലൊരു പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗോതമ്പ് പായസമാണ് കേട്ടോ അതുള്ളത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ചോറ് ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് കുറേ കാലങ്ങളായിട്ടിട്ട് സത്യം പറഞ്ഞാൽ നെല്ലൊക്കെ കൊടുത്ത് നമ്മൾ അരി വാങ്ങിക്കുന്നവരതിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ചേച്ചി നെല്ല് അരച്ചിട്ട് ആ ചോറാണ് ഇവിടെ വെക്കാറുള്ളത് കേട്ടോ. ഭയങ്കര നമുക്കൊരു ടേസ്റ്റ് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ സത്യത്തിൽ എല്ലാവരും പണിയെടുക്കാൻ മടിയുള്ള ആളുകളല്ലേ. എനിക്ക് അങ്ങനത്തെ ചോറിനാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണിയെടുക്കില്ല എന്നുള്ള അവസ്ഥയാണ് നമ്മുടെ ഇന്നത്തെ ആൾക്കാരെല്ലാവരും തന്നെ. ഞാൻ വരെ കേട്ടോ സത്യത്തിൽ പറയാമല്ലോ. അപ്പോൾ നമ്മുടെ പായസം നമ്മുടെ കുഞ്ഞു ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇളക്ക് കണ്ടാൽ നമുക്കറിയാം പായസം വെക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ ഇളക്കൽ കേട്ടോ. മുട്ടൊക്കെ പൊട്ടിയിട്ട് നല്ല അവസ്ഥയിലാണ്. കൈമുട്ടിൻ്റെയും പൊട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കാൽമുട്ടും കാലിൻ്റെ തള്ളവിരലിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് അങ്ങനെ ചിരവിയിട്ട് റോട്ടിലാണല്ലോ വീണത്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല മുറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇത്ര നേരം കിടക്കായിരുന്നു കേട്ടോ. ഞാൻ വന്നിട്ട് ആ കാലിൽ കെട്ടൊക്കെ ആയിരുന്നു, അതിനെ കഴിച്ച് കളഞ്ഞതായിരുന്നു. അപ്പോൾ ഇതാണ് ഇവളുടെ അവസ്ഥ. അതായത് ഏട്ടന് പിന്നെ ഇടുപ്പിൽ ചെറിയൊരു റോട്ടിലിങ്ങനെ കുത്തിയതിൻ്റെ ഒരു വേദന മാത്രമാണ് കേട്ടോ. കാര്യമില്ല, ചെറിയ മുറികളാണ് കേട്ടോ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മാളൂട്ടി, മണിക്കുട്ടൻ, ഏട്ടൻ, അമ്മ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. വലിയ കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാ പച്ചക്കറികളും അത്യാവശ്യം വേണ്ട നമുക്ക് ഉപ്പേരിക്ക് വേണ്ട പച്ചക്കറികളൊക്കെ അവിടെ ചേച്ചി തന്നെ വെച്ച് ചേച്ചി ഏട്ടനായിട്ട് രണ്ടാളും കൂടി വെക്കാറുണ്ട് കേട്ടോ. അത് വഴുതിനങ്ങ ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, അങ്ങനെ എല്ലാം അത്യാവശ്യം വേണ്ടതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് റോഡിൻ്റെ സൈഡാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ അത് പച്ച കളർ വഴുതിരിങ്ങയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ നമുക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പറയുമ്പോഴേക്ക് തന്നെ ചേച്ചി കവറെടുത്ത് പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് വഴുതിരിങ്ങയും വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. കൂർക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ അതായിട്ടില്ല. ചക്കരവള്ളി പറഞ്ഞാൽ അറിയുമെന്നറിയില്ല, മധുരക്കിഴങ്ങില്ലേ ആ സംഭവങ്ങൾ, അതൊക്കെ കുറച്ചെല്ലാം ഉണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ് പാടത്തും വെച്ചിട്ടുണ്ട് അത്ര. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വഴുതിരിങ്ങി അതേപോലെ തന്നെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ കിട്ടിയിട്ട് കവറിലേക്ക് ആവശ്യത്തിന്. അപ്പോൾ ഞങ്ങളതൊക്കെ എടുത്ത് വണ്ടിയിൽ കൊണ്ട് വയ്ക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ട കാശിത്തുമ്പയൊക്കെ ഉണ്ട്. വെണ്ടയ്ക്കാണ്, ഇത് വഴുതിരിങ്ങ. ഇവിടെ എന്ന് വെച്ചാൽ പക്ക ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു ഏരിയയില്ലേ, ശരിക്കും നമ്മളെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു ഇതുപോലെ പറയില്ല, ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെയൊക്കെ. നല്ല കൂട്ടായ്മയാണ് കേട്ടോ ഇവിടുത്തെ ചേച്ചിമാരെല്ലാവരും തന്നെ. ഒരു പാടത്തൊക്കെ പണിക്ക് പോകുന്നതാണ് നമ്മുടെ ചേച്ചിയൊക്കെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര അപ്പോൾ അവർ ചേച്ചിന്ന് പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് വരുവായിട്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എങ്കിലും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.